ഹലോ ഗായ്സ്, അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വ്ളോഗ്, ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ തലപ്പിലത്തൊക്കെ കഴിഞ്ഞപ്പോൾ ഒരു ടീ ഒരു ഒരു ഗോസിപ്പ് സെഷൻ, ഒരു സ്റ്റോറി ടൈം ആവാന്ന് ഞാൻ വിചാരിച്ചു. സകൃതകൃതമായ നാട്ടുകാരെ ശ്രദ്ധിക്കുക, കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കണ്ട. ഞാൻ ആദ്യം തൊട്ടേ ഞാൻ വിചാരിച്ചത് എനിക്കൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ ഈ കാര്യം ഞാൻ അവിടെ വന്ന് പറയും. അപ്പൊ ഞാൻ വിചാരിച്ചു, ഓക്കെ, ഇപ്പൊ അങ്ങ് പറയാൻ വെച്ചോണ്ടിരിക്കണ്ട, കാണുന്നവർ കാണട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. സംഭവം എന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും കാണും ഇങ്ങനത്തെ ഒരു വേഴ്സ്റ്റ് റൂംമേറ്റ് എക്സ്പീരിയൻസ്. ഹോസ്റ്റലിൽ ഒരു എക്സ്പീരിയൻസ് എല്ലാവർക്കും കാണും. നിങ്ങൾക്ക് ആർക്കൊക്കെ എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ എത്രത്തോളം റിലേറ്റബിൾ ആയിരിക്കും എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ ഒരു കാര്യം പറയാം. ഞാൻ ഒരു വർഷം ബ്രില്യൻറ്റ് പാലയിൽ നീറ്റ് കോച്ചിങ്ങിന് വേണ്ടി ഗ്യാപ്പ് എടുത്തതാണ്. അപ്പോൾ ആ ഒരു വർഷം ഞങ്ങൾ 4 പേരടങ്ങുന്ന ഒരു റൂമായിരുന്നു. ഞാൻ, നിധി, ജുവിത, പിന്നെ നാലാമത്തെ കൊച്ചാണ്. അതാണ് കഥ. അപ്പം ഞങ്ങൾ 4 പേരുള്ള റൂമിൽ ഈ കുട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യമൊക്കെ വന്നപ്പോൾ നല്ല ക്ലോസ് ആയിരുന്നു, അടുപ്പമായിരുന്നു. ഇപ്പം കുറച്ച് കഴിഞ്ഞപ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാരുടെ സ്വഭാവം മനസ്സിലാവുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആളുടെ സ്വഭാവം അങ്ങ് മാറി. ഇവളാണെങ്കിൽ നമുക്ക് രാവിലെ 7:30 ഞങ്ങളുടെ ക്ലാസ്. ഇവള് രാവിലെ 5:30 എണീറ്റ് ബാത്റൂമിനകത്ത് കയറി ഇങ്ങോട്ട് അടയിരിക്കും, ഇറങ്ങത്തില്ല. നമുക്ക് നേരത്തെ 7:30 7 മണിക്ക് നമുക്ക് അവിടെ നിന്ന് ഇറങ്ങണം. ജന്മം ചെയ്തേക്കുറിച്ച് ഇറങ്ങത്തില്ല. ഞങ്ങൾക്ക് കോമൺ ബാത്റൂം, 4 പേർക്കുള്ള ഒരു ബാത്റൂം, നമ്മുടെ റൂമിൽ ഒരു ബാത്റൂം. എന്നിട്ട് പാവം ജുവിതയാണെങ്കിൽ രാവിലെ എണീറ്റ് അവൾ അലാറം വെക്കും. 4:30 5 മണിക്ക് അലാറം വെച്ചിട്ട് കഷ്ടം രാവിലെ എണീറ്റ് പല്ലൊക്കെ തേച്ച് പയ്യെ പമ്മി നമ്മുടെ ഒച്ച കിടങ്ങി ഇവൾ ചാടി ഇവിടെ ബാത്റൂമിന്റെ സൈഡിലായിട്ട് വരും, ഡയഗണലായിട്ട് ചാടി അങ്ങ് ബാത്റൂമിൽ കയറും. അപ്പം പയ്യെ ജുവിത വന്നിട്ട് നിധിനെ വിളിച്ച് ജുവി ഒരുങ്ങി കഴിഞ്ഞ് നിധിനെ വിളിച്ചിട്ട് നിധിനെ ബാത്റൂമിലോട്ട് വിടും. നിധി പയ്യെ റെഡി ആയിട്ട് എന്നെ ലാസ്റ്റേ വിളിക്കത്തുള്ളൂ. കാരണം എനിക്ക് ഒരുങ്ങാൻ വലിയ സമയം എന്ന് പറഞ്ഞാൽ 5 മിനിറ്റ് റെഡിയായി പോവും. അപ്പൊ അതുകൊണ്ട് എന്നെ ലാസ്റ്റ് വിളിക്കത്തുള്ളൂ. ഇവർ വന്നിട്ട് റെഡി ആയിട്ട് വന്നിട്ട് കിടന്ന് ഉറങ്ങും. കഷ്ടമുണ്ട്. അങ്ങനെയായിരുന്നു ഞങ്ങൾ ഹോസ്റ്റലിൽ. അത് കഴിഞ്ഞിട്ട് ഈ കൊച്ചിന്റെ ടാബ് എന്താണ്ട് തേങ്ങ മാങ്ങ അങ്ങോട്ട് കാണുന്നില്ല. ഇതിന്റെ ആ ബുക്കിന്റെ അടിയിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിട്ട് ഈ കൊച്ചെന്ന് പറയുക, ഞങ്ങൾ എന്താണ്ട് അതിന്റെ ടാബ് ഒളിപ്പിച്ച് വെച്ചെന്നു. അതിന്റെ കയ്യിൽ ആ ടാബിനകത്തൊന്നും ഇല്ല. ആകെ ഇതിന്റെ നീറ്റ് നമ്മുടെ വീഡിയോസും കാര്യങ്ങളും. ആ സെയിം ടാബ് സെയിം സാധനം ഞങ്ങളുടെ കയ്യിലുണ്ട്. ഞങ്ങൾക്ക് ഇതിന്റെ ടാബിന്റെ ഒരു ആവശ്യമില്ല. ഓർക്കണം, എന്ത് മോട്ടീവാണ് ഇതിന്റെ പിന്നിൽ, ഇതിന്റെ തലയിൽ ആരെന്ത് കുത്തി കയറ്റിയതാ, എന്ത് പറ്റിയതാ പെട്ടെന്ന് മാറ്റം വന്നതെന്ന് അറിയത്തില്ല. ഇത് അതിന്റെ ടാബ് കാണുന്നില്ല എന്ന് പറഞ്ഞ് വാർഡന്റെ അടുത്ത് പോയി പറഞ്ഞു. വാർഡൻ ഞങ്ങള് ഡൈനിങ് ഹാളിൽ, ഞാനും നിധിയും ജുവി റൂമിലിരുന്ന് പഠിക്കാം. ഞങ്ങൾ ഇന്ന് പഠിക്കുന്ന സമയത്ത് വാർഡൻ പെട്ടെന്ന് അങ്ങ് കയറി വന്നു, ഡൈനിങ് ഹാളിലോട്ട് കയറി വന്നിട്ട് അങ്ങ് ചൂടാവുക. പുള്ളി വന്നിട്ട്, എവിടെ ഈ കുട്ടിയുടെ ടാബ് എത്തിയേ? ഞങ്ങൾ ടാബ്, ആരുടെ ടാബ്, എവിടത്തെ ടാബ് സ്കീമി? ഞങ്ങളുടെ ടാബ് ഇവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട്, വേണോ? ആ സെറ്റപ്പിൽ ഞാൻ നിധി ഞങ്ങൾ ചിന്തിക്കുന്നില്ല സ്വപ്നത്തിൽ പോലും. നിങ്ങൾ ഈ കുട്ടിയുടെ ടാബ് ഒളിപ്പിച്ചു വെച്ചു, നിങ്ങൾ ആരാന്ന് നിങ്ങളുടെ വിചാരം? ഈ കുട്ടിയുടെ അച്ഛനോട് പോലീസാ, നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് എന്ത് പറ്റും? നിങ്ങളുടെ വീട്ടുകാരെ കൊണ്ട് ഈ കൊച്ചിന്റെ അച്ഛൻ പോലീസാണ്, നിങ്ങൾ ഇവിടെ കിടന്ന് അനുഭവിക്കത്തേ ഉള്ളൂ എന്ന രീതി പുള്ളി അങ്ങ് പറയുക. അങ്ങ് നമുക്ക് കാര്യം പോലും നമ്മളൊന്നും ചെയ്തിട്ട് പോലും ഒന്നും ചോദിക്കുകയൊന്നുമില്ല, ചോദ്യം പറിച്ചിട്ടൊന്നുമില്ല. ഇത്രയും പിള്ളേർ അവിടെ, വേറെ ഹോസ്റ്റലിലെ പിള്ളേരൊക്കെ ഒച്ച കേട്ട് കൂടി എല്ലാവരും വെച്ച് ഞങ്ങളെ അങ്ങ് പറയുക. ഞങ്ങൾക്കങ്ങ് കരയണോ, നമുക്കങ്ങ് അതോ എന്താ, നമുക്ക് എന്ത് വികാരം ഒന്നും വരത്തില്ല. നമ്മളങ്ങ് ഭയങ്കര അങ്ങ് ആ ഒരു സെറ്റപ്പിൽ നമ്മളങ്ങ് നിൽക്കുക. എന്നിട്ട് പിന്നെ നമുക്ക് സങ്കടം. നമുക്ക് ആഴ്ച 3 ദിവസത്തെ ഫോൺ വിളിക്കാൻ കിട്ടത്തുള്ളൂ, മൺഡേ, വെനസ്ഡേ, ഫ്രൈഡേ. നമ്മൾ എന്നിട്ട് ഫോൺ വിളിക്കാൻ കിട്ടുന്ന ഗ്യാപ്പിൽ വീട്ടായിട്ട് പറയാം. അപ്പോൾ അവരോട് സാരമില്ല, വിട്ടേക്ക്, പഠിക്കുക, നിങ്ങൾ പഠിക്കാൻ വിട്ടാൽ ആ രീതി വിടും. നമ്മൾ അത് ആദ്യമൊക്കെ വിട്ടു. പക്ഷെ പിന്നെ ഈ കൊച്ചു വിടുന്നില്ല. ഇതിന്റെ വീട്ടുകാർ ആഴ്ച കാണുമ്പോൾ ഞങ്ങളെ കണ്ണൂട്ടി പിടിപ്പിക്കുന്നു, നമ്മളെ മെന്റലി അങ്ങ് ടോർച്ചർ ചെയ്ത് നമ്മളങ്ങ് ഡൗൺ ആക്കുക ഭയങ്കരമായിട്ട്. നമുക്ക് ആകെ പറ്റാണ്ടായി. ലാസ്റ്റ് എന്നിട്ട് ഞങ്ങളുടെ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് പോയി ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഈ കൊച്ച്, ഞാൻ കാരണം ഈ കൊച്ചു വന്ന് ക്ലാസ് കഴിഞ്ഞിട്ട് ബെഞ്ചൊക്കെ ഞങ്ങൾ എഴുതിക്കണമെങ്കിൽ ബെഞ്ച് കുലുക്കും, ഓരോന്നും ചെയ്തിട്ട് പറയും, നിങ്ങൾ ഇതൊക്കെ. എന്നിട്ട് ഇവള് ഇത് പോയി അപ്പുറത്ത് പറയും, അവര് എന്നോട് ഇങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്തു. പിന്നെ ഞങ്ങൾ ആ റൂമിൽ ബാക്കി ഞങ്ങൾ 3 പേരും ഒരുമിച്ചും ഇവൾ ഒറ്റയ്ക്കും കൂടെ ആയപ്പോഴേക്കും ആൾക്കാർക്ക് വിശ്വസിക്കാൻ കുറച്ചുകൂടി ഇതായി. ഓക്കെ, ഞങ്ങൾ 3 പേരും കൂടെ അവളെ ഒറ്റയ്ക്ക് ടോർച്ചർ ചെയ്യുക എന്നുള്ള രീതിയിൽ ആൾക്കാർ വിശ്വസിച്ചു തുടങ്ങി. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ എപ്പോഴും ഈ കൊച്ചിന്റെ പേരും വിളിച്ച് ഇവളുമായിട്ട് എപ്പോഴും ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നതാ. എന്തോ സംഭവിച്ചു. ഓക്കെ, ഞങ്ങൾ ക്ലാസ് ടീച്ചറടുത്ത് പറഞ്ഞപ്പോൾ ക്ലാസ് ടീച്ചർ കാര്യം മനസ്സിലായി. കാരണം വേഗം ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞത്. അല്ലെങ്കിൽ പുള്ളിക്കാരി ഇവളുടെ സൈഡ് വന്ന് ക്ലാസ് ടീച്ചർ ഇവളുടെ സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ടീച്ചറും ഞങ്ങളുടെ അടുത്ത് അങ്ങനെ ഞങ്ങളുടെ വാർഡൻ പെരുമാറുന്ന പോലെ ആയാലോ എന്ന് ചോദിച്ചു ഞങ്ങളുടെ സൈഡ് പറഞ്ഞു. അപ്പോൾ വാർഡൻ ഇത് വിളിച്ച് ഹോസ്റ്റലിൽ വിളിച്ച് ചോദിച്ചു. ഇപ്പൊ ഈ ഹോസ്റ്റലിൽ എന്നാൽ ഒരുപാട് പിള്ളേർ വെക്കേറ്റ് ചെയ്ത് പോകുന്ന ടൈം ആ ഹോസ്റ്റലിൽ നിന്ന്. അപ്പോൾ ഇവർക്ക് പെട്ടെന്ന് ഞങ്ങളെ പറഞ്ഞു വിടാനും പറ്റത്തില്ല. കാരണം ഒരുപാട് പേര് പോകുന്നുണ്ട്, ഒരു ഹോസ്റ്റലിൽ നിന്ന് പോകുന്നുണ്ട്. ഇവരത് ബ്രില്യൻറ്റുകാരെ അറിയിക്കണം, എന്തുകൊണ്ട് അവരുടെ സ്റ്റുഡൻസ് ഇങ്ങനെ പോകുന്നു, കാരണങ്ങളൊക്കെ അറിയിക്കേണ്ടി വരും. ഞങ്ങൾ എങ്ങനെ പറഞ്ഞു, അങ്ങനൊന്നും നടന്നില്ല. ക്ലാസ് ടീച്ചർ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഇയാൾ പിന്നെയും ഞങ്ങളുടെ ചൂടാവുക. നിങ്ങൾ ക്ലാസ് ടീച്ചറിന്റെ അടുത്ത് പോയി പറഞ്ഞു അല്ലേ, അപ്പൊ നിങ്ങൾ അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെയും ഞങ്ങളെ കുറെ അങ്ങ് പറയും. ലാസ്റ്റ് ഞാൻ സൈ കെട്ടിട്ട് ക്ലാസ് ടീച്ചറിന്റെ ഫോണിൽ നിന്ന് കരഞ്ഞോണ്ടാട്ടോ, ഞങ്ങൾക്ക് തീരെ പറ്റത്തില്ല, അങ്ങ് ഡൗൺ ആയെന്ന് വെച്ചാൽ പോയി. ഞാനാണ് ഇത്തിരി സെൻസിറ്റീവ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ ഇതൊക്കെ എനിക്ക് അയ്യോ ഒരുവിധം ഞാനൊക്കെ മാനേജ് ചെയ്തു, സീനില്ല. പക്ഷെ
ആ എക്സ്ട്രീം ലെവലായിരുന്നു. എങ്ങനെ അതെനിക്ക് എക്സ്പ്രസ് ചെയ്യണം, നിങ്ങൾ എങ്ങനെ അത് പറഞ്ഞ് മനസ്സിലാക്കണം എന്നറിയത്തില്ല. കാരണം ചില കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ വാക്കുകൊണ്ട് പറഞ്ഞ് മനസ്സിലാക്കുന്നതിലൊരു ലിമിറ്റ് ഉണ്ടല്ലോ, ആ സെറ്റപ്പ്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ക്ലാസ് ടീച്ചറിനെ കൊണ്ടുവന്ന് വിളിച്ച് പറഞ്ഞപ്പം നിധിയും വിളിച്ചു പറഞ്ഞു, ഞാനും വിളിച്ചു പറഞ്ഞു. ഞങ്ങളുടെ പേരൻസ് ഒരേ സമയം ഒരേ ടൈമിൽ അവിടെ എത്തി. വാർഡ് എടുത്ത് ചോദിച്ചു, നല്ല ഇതെന്താ ഇത് ഞങ്ങളുടെ പിള്ളേർ, ആ രീതി പറഞ്ഞപ്പോൾ പുള്ളി പറയുവാണേ, ഞാൻ ഞാൻ എൻ്റെ റൂമിന്റെ ബെഡിന്റെ അടിയിൽ ഒരു ചെറുക്കനെ ഒളിപ്പിച്ചു വെച്ചത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അമ്മയടുത്തും പറയുക, അവർ പെട്ടെന്ന് ഇത് കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം, അവരിങ്ങനെ അഞ്ചു എന്താ ഇവർ പറയുന്ന ആ സെറ്റപ്പിൽ അവരും പെട്ടെന്ന് നോക്കുക. ഞാനില്ല, ഒന്നുമില്ല. ഇതിലേക്ക് അമ്മ എനിക്ക് ഉള്ളം തന്നു, ഒരു പിച്ചും തന്നു. അവരെ കുറ്റം പറയാൻ പറ്റത്തില്ല. പെട്ടെന്ന് കേൾക്കുമ്പോൾ കിട്ടി എനിക്ക്. ഞാൻ എന്നിട്ട് ഇല്ല. അപ്പം ഈ എൻ്റെ റൂംമേറ്റ് കൊച്ചു പറഞ്ഞു, ഞങ്ങള് ബെഡിന്റെ അടിയിൽ ഞാൻ ഏതോ ഒരുത്തനെ കയറ്റി ഒളിപ്പിച്ചു വെച്ചത്. എനിക്കെന്താ വയ്യേ ആ ബെഡിന്റെ അടിയിൽ കയറ്റി CCTV ക്യാമറ ഉള്ള സമയത്ത് അതിൻ്റെ അകത്ത് കയറ്റി അടിയിൽ ഒളിപ്പിച്ചു വെക്കാൻ. അപ്പൊ അങ്ങനെ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളുടെ പേരൻസ് നല്ല സ്റ്റേൺ ആയിട്ട് പറഞ്ഞു, ഇവരെയും അങ്ങനെ പറഞ്ഞു. പുള്ളിക്ക് മനസ്സിലാക്കി ഞങ്ങളെ തട്ടിക്കളിക്കാൻ പറ്റത്തില്ല, നമ്മളുടെ അടുത്തും ഒന്നും ഇറങ്ങത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി അങ്ങ് പ്ലേറ്റ് മാറ്റി. ഞങ്ങളുടെ വീട്ടുകാർക്ക് പറയാം, ഓക്കെ സാരമില്ല, കുഴപ്പമില്ല, നിങ്ങൾ പൊക്കോ. അയ്യോ ഞങ്ങളെ ഹോസ്റ്റലിൽ മാറ്റുമെന്ന് പറഞ്ഞ് വീട്ടുകാർ വന്നതാ. ഹോസ്റ്റലിൽ മാറ്റും, കാണിച്ചു തരാം, ബ്രില്യന്റ് കംപ്ലൈന്റ് കൊടുക്കും എന്നൊക്കെ രീതി പറഞ്ഞു വന്ന. അയ്യോ സാരമില്ല, പേടിക്കണ്ട, ഞങ്ങളെല്ലാം സെറ്റ് ആയിക്കോളും. അയാളുടെ പ്ലേറ്റ് മാറിയതേ ആ വീട്ടുകാർ വരുന്നതിന്റെ തലേന്ന് രാത്രി വരെ ഞങ്ങളെ ഇഞ്ചിഞ്ചായിട്ട് ആ ഹോസ്റ്റൽ മുറിയിട്ട് നരകിപ്പിച്ച് ഞങ്ങളെ. എന്നിട്ട് പെട്ടെന്ന് അയാൾ പ്ലേറ്റ് മാറ്റി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഭയങ്കര സ്നേഹം, പാലാപ്പള്ളി കാണിക്കാൻ കൊണ്ടുപോകുന്നു, അയാളുടെ വീട് പണി സ്ഥലം കാണിക്കാൻ കൊണ്ടുപോകുന്നു. അപ്പോഴൊക്കെ ഞങ്ങൾ അയ്യോടാ പാവം അങ്കിള്, എന്തൊരു സ്നേഹമാണ് ഞങ്ങളോട്, ചൂക്കൂട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വിചാരിച്ചു പാവം ഞങ്ങൾ തെറ്റിദ്ധരിച്ചതാന്ന് പറഞ്ഞ് സ്നേഹം കാണിച്ചപ്പോൾ ഞങ്ങൾ വീണു. ഇപ്പൊ ആലോചിക്കുമ്പം എനിക്ക് മനസ്സിലാകുന്നില്ല ഞങ്ങൾ എന്തോരം ടോർച്ചർ, ഞങ്ങൾ എന്തിനത് പുള്ളിയുടെ അടുത്ത് എങ്ങനെ ഞങ്ങൾക്ക് അങ്ങനെ നിൽക്കാൻ തോന്നി അത് കഴിഞ്ഞിട്ടോ എന്ന് എനിക്കിപ്പം. ഞാൻ നിധിയൊക്കെ ഫോൺ വിളിക്കും, ഞങ്ങൾ സംസാരിക്കാം, നമ്മൾ എന്തൊക്കെ അനുഭവിച്ചു. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു മോശം എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ ഫസ്റ്റ് ഹോസ്റ്റൽ എക്സ്പീരിയൻസ് തന്നെ അത്ര മോശമായിരുന്നു. പക്ഷെ ഇതെല്ലാം മാറ്റി നിർത്തി ബ്രില്യൻറ്റ് അടിപൊളിയായിരുന്നു. നമ്മൾ ഏത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് എന്ത് ചോദിച്ചാലും അവരുടെ ഫുൾ ഹെൽപ്പ് നമുക്കായിട്ട് കാണും എപ്പോഴും. എന്താവശ്യമായാലും അവർ, ഇപ്പം ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ ആണെങ്കിലും പുള്ളിക്കാരി ഞങ്ങളുടെ ആവശ്യത്തിന് ഞങ്ങളുടെ സൈഡ് മനസ്സിലാക്കി ഞങ്ങളുടെ കൂടെ, ഞങ്ങളുടെ പേരൻസ് ഒന്ന് പുള്ളിക്കാരി അവിടെ എത്തി ഹോസ്റ്റലിൽ. നല്ലൊരു പുള്ളിക്കാരിയായിരുന്നു, അഭിരാമി മിസ് എന്നാണ് പേര്, ഒരിക്കലും മറക്കത്തില്ല. പുള്ളിക്കാരി സൂപ്പർ ആയിരുന്നു. നല്ല നമുക്ക് ഫുൾ സപ്പോർട്ടാ, നമുക്ക് മെന്റലി നമ്മുടെ സ്ട്രെസ് അതൊക്കെ മനസ്സിലാക്കി പുള്ളിക്കാരി നമ്മുടെ സപ്പോർട്ട് നമ്മുടെ കൂടെ കാണും. ആൻഡ് ജോയ് സാർ, എനിക്ക് പൊതുവേ ഫാദർലി, ഒരു ഗ്രാൻഡ് ഫാദർലി ആ ഫിഗറിനോടൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ജോയ് സാർ എന്ന് പറഞ്ഞൊരു ചുക്കൂടെ, എനിക്ക് ജോയ് സാറിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ബ്രില്യൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കണ്ടെടുത്തോളം എനിക്ക് കുഴപ്പമില്ല, അത്ര എനിക്ക് മാനേജബിൾ ആയിരുന്നു. പക്ഷെ ഹോസ്റ്റൽ ഞാൻ അതോടെ ഞാൻ ബാംഗ്ലൂർ വന്നപ്പോൾ പോലും എനിക്ക് പേടിയായിരുന്നു എൻ്റെ റൂംമേറ്റ് എങ്ങനത്തെ ആളായിരിക്കും. അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എൻ്റെ റൂംമേറ്റ് ചേച്ചിയെ കിട്ടിയ അത് എനിക്ക് ആ സീനൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ബ്രില്യൻറ്റ് പാരലൽ എക്സ്പീരിയൻസ്, ഞാൻ അത് എന്താ ഇവ പറയാൻ കാണുമെന്ന് വെച്ചാൽ എനിക്ക് ഷെയർ ചെയ്യണമെന്ന് തോന്നി. ഞാൻ ആദ്യം തൊട്ടേ വിചാരിച്ച കാര്യം, എൻ്റെ യൂട്യൂബ് ചാനലാണ് തുടങ്ങിയാൽ അതിലിത് പറയണം. സ്കീം എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്. പിന്നെ ഹോസ്റ്റലിൽ പോകുന്ന സ്റ്റുഡൻസ് ഒക്കെ എപ്പോഴും മനസ്സിൽ ചിന്തിക്കണം, പല സ്ഥലത്തു നിന്ന് പല രീതിയിലുള്ള പല ആൾക്കാർ, പല പിള്ളേർ വരുന്നതാണ്. നമ്മൾ അവർക്കായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകണം എന്നും പറഞ്ഞ് ഒരുപാട് അങ്ങ് താഴ്ന്നു കൊടുക്കരുത്, നല്ല രീതിയിൽ പഠിക്കണം. അത്രയൊക്കെ തന്നെ. ഒരു വൃത്തികെട്ട എക്സ്പീരിയൻസ് എനിക്കുണ്ട്. നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ഇതുപോലത്തെ വൃത്തികെട്ട എക്സ്പീരിയൻസ് ബ്രില്യൻറ്റ് ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹോസ്റ്റലുകളിൽ നിന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക, അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് ഇടുക, എന്തെങ്കിലും ചെയ്യുക. ഓക്കെ, ബൈ ബൈ. ഇനി വേറെ എക്സ്പീരിയൻസ് ഒക്കെ ആയിട്ട് പറയാം.